മസിൽ കയറി, കോച്ചിപ്പിടുത്തം തുടങ്ങിയ വാക്കുകൾ നമുക്ക് എല്ലാവർക്കും പരിചിതമുള്ള വാക്കാണ്. ഇത് ഏത് പ്രായക്കാർക്കും വരാം, ഏത് സമയത്ത് വേണമെങ്കിലും വരാം. എന്താണ് ശരിക്കും ഈ സംഭവം? എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പേശി വലിവ്, മസിൽ കയറി, മസിൽ ഉരുണ്ട് കയറി, കോച്ചിപ്പിടുത്തം തുടങ്ങിയവയെല്ലാം വളരെയേറെ അസഹനീയമായിട്ടുള്ള വേദന തരുന്നതാണ്. സാധാരണ കൂടുതലായും ഇത് ഉറക്കത്തിലാണ് വരുന്നത്. ചില ആൾക്കാർക്ക് വീണ്ടും വീണ്ടും വരാറുമുണ്ട്. എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്? നമ്മുടെ കാലിലെ കാഫ് മസിലിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മസിൽ എല്ലാം കൂടി പെട്ടെന്ന് സഡനായിട്ട് ഒരു കംപ്രഷൻ ഉണ്ടാക്കുമ്പോഴാണ് ഇത്തരത്തിൽ നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. ഇത് ആർക്കാണ് കൂടുതലായിട്ടും ഉണ്ടാവുന്നത്? നിന്ന് ജോലി ചെയ്യുന്നവർക്കാണ് ഈ മസിൽ സ്ട്രെയിൻ ഉണ്ടാവുന്നത്. പ്രധാനമായിട്ടും ട്രാഫിക് പോലീസ്, അല്ലെങ്കിൽ സെയിൽസ് ഗേൾസ്, അതുപോലെ കുട്ടികളാണെങ്കിൽ പോലും ഓവറായിട്ട് മസിൽ സ്ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കാലിൽ വേദന വരാറുണ്ട്. ഈ മസിലിനോട് ചേർന്ന് തന്നെ നെർവ്സ് ഉണ്ട്. ഈ നെർവ്സിന് ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ് ഇത്തരത്തിൽ അസഹനീയമായിട്ടുള്ള വേദന വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ റീസൺ, എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ, ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ റീസൺസ് നോക്കാം. കഠിനമായിട്ടുള്ള തണുപ്പും ചൂടും ഇതിന് പ്രധാനപ്പെട്ട ഒരു റീസൺ ആണ്. ഒരുപാട് നേരം ചൂടത്തോ വെയിലത്തോ എന്നൊക്കെ ജോലി ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ പെട്ടെന്ന് വിയർക്കും അല്ലേ? വിയർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിലുള്ള സോഡിയത്തിന്റെ അളവ് പെട്ടെന്ന് കുറയും. ഇത് ഇത്തരത്തിൽ വേദന ഉണ്ടാവാൻ പ്രധാനപ്പെട്ട ഒരു റീസൺ ആണ്. പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ് ഇല്ലെങ്കിലും ഇത് വീണ്ടും വീണ്ടും വരാറുണ്ട്. പിന്നെ കുറേ നേരം കാല് തൂക്കിയിട്ടിരിക്കുമ്പോൾ, ഇപ്പം നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിൽ കുറേ നേരം കാല് തൂക്കിയിട്ട് ജോലി ചെയ്യുന്നവർക്ക് ഇത്തരത്തിൽ പെട്ടെന്ന് മസിൽ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമിതമായി വിയർക്കുന്നവർ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ ഡീഹൈഡ്രേഷൻ മൂലം ഇങ്ങനെ വരാറുണ്ട്. കൃത്യമായി ഉപ്പിന്റെ അളവ് ശരീരത്തിൽ ഇല്ലാതാകുമ്പോഴും അമിതമായി വിയർക്കുമ്പോഴും ഇങ്ങനെ ഉണ്ടാവാം. തണുപ്പ് ഒരു കോമൺ ഫാക്ടറാണ്. അതുപോലെ മദ്യപിക്കുന്നവർക്ക്, പുകവലിക്കുന്നവർക്ക്, ഗർഭിണികൾക്ക്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് ഉള്ളവർക്ക്, തൈറോയ്ഡ്, പാരാതൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവർക്ക് കാൽസ്യത്തിന്റെ പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുന്നവർ കൃത്യമായിട്ട് ഡോക്ടറിനെ പോയി കാണണം. കാരണം ചിലപ്പോൾ ഇത് വേറെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വൃക്ക രോഗം ഉള്ളവർക്കൊക്കെ ഇത്തരത്തിൽ പെട്ടെന്ന് മസിൽ പിടിക്കാറുണ്ട്. ഹോർമോൺ ഗുളികകൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നവർക്ക്, ഇപ്പോൾ തൈറോയ്ഡ് ഒക്കെ ഉള്ളവർ സ്ഥിരമായിട്ട് ഹോർമോൺ ഗുളിക കഴിക്കുന്നവരാണ്. അതുപോലെ തന്നെ ആസ്മ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ തന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വെരിക്കോസ് വെയിൻ്റെ ഫസ്റ്റ് സിംറ്റം ആയിട്ടും നമ്മൾ ഇത്തരത്തിൽ വേദന കാണാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറിനെ കാണിക്കണം. അല്ല, ഇങ്ങനെ വല്ലപ്പോഴും ഇടയ്ക്കൊക്കെയാണ് വരുന്നെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ മാറ്റാനുള്ള വഴികളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വന്നവർക്ക് മാത്രമേ ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയൂ. അത്രയ്ക്കും അസഹനീയമായിട്ടുള്ള വേദനയാണ്. അപ്പോൾ ഇത് വന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ വേദനയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ അതിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും വേദന കൂടത്തേ ഉള്ളൂ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റിലാക്സ് ചെയ്തിരുന്നതിന് ശേഷം നമ്മുടെ ബ്രീത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മൾ പതുക്കെ തന്നെ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെയിലത്തൊക്കെ നിന്ന് ജോലി ചെയ്യുന്നവർ പെട്ടെന്ന് വിയർക്കും. ഇങ്ങനെയുള്ളവർ ഇടയ്ക്കൊക്കെ ഒന്ന് ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഒന്ന് മോര് കുടിക്കാം. ഇതൊക്കെ തന്നെ വളരെയേറെ നല്ലതാണ്. പിന്നീട് എക്സസൈസ് ഒക്കെ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഉറപ്പായിട്ടും വാമപ്പ് ചെയ്യണം. വാമപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ ജോഗിങ് ഒക്കെയാണ് വാമപ്പ്. ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മസിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആദ്യമേ തന്നെ റിലാക്സ് ചെയ്യുക. അതിനുശേഷം ഇത് വരുന്നതിൻ്റെ എതിർ ദിശയിലേക്ക് മസാജ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുകയോ ചെയ്യണം. ഇത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ശരിക്കും ബുദ്ധിമുട്ടാണ്. വേറൊരാളുടെ സഹായത്തോടു കൂടി ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചൂടും തണുപ്പും മാറ്റി മാറ്റി വെക്കുക. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ചൂട് വയ്ക്കുക, ഒരു 2 മിനിറ്റ് തണുപ്പ് വയ്ക്കുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇത് വരാതിരിക്കാൻ ഒരു 3 എക്സസൈസ് പറഞ്ഞുതരാം. ഒന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് കാഫ് മസിൽ എക്സസൈസ് ആണ്. അതായത് നമ്മുടെ ഭിത്തിയിലേക്ക് അഭിമുഖമായിട്ട് നിന്നതിന് ശേഷം കൈ ഭിത്തിയിൽ പിടിക്കുക. അതിനുശേഷം ഒരു കാല് ബാക്കിലേക്ക് വെച്ച് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഒരു 2 മിനിറ്റോളം അങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം അടുത്ത കാലിൽ ചെയ്യുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് ഇത് വരാതിരിക്കാൻ സഹായിക്കുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ക്വാഡ്രിസെപ്സ് മസിൽ സ്ട്രെച്ച് ആണ്. ഇതിന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരിടത്ത് നിൽക്കുക. അതിനുശേഷം കാല് ബാക്കിലേക്ക് മടക്കി മാക്സിമം സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇതിന്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അടുത്തതായിട്ട് ഹാംസ്ട്രിങ് മസിൽ സ്ട്രെച്ച് ആണ്. ഇതിനായിട്ട് നമ്മൾ എവിടെയെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് ഒരിടത്ത് ഇരിക്കുക. എന്നിട്ട് ഒരു കാല് മടക്കി വെക്കുക, മറ്റേ കാല് നീട്ടി വച്ചതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ആ കാലിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുക. ഇതാണ് മൂന്നാമത്തെ എക്സസൈസ്. ഈ 3 എക്സസൈസും പൂർണ്ണമായിട്ടും ഇതിനെ വളരെയേറെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള 3 എക്സസൈസ് ആണ്. ഉറപ്പായിട്ടും ഇത് വരുന്നവർ ചെയ്ത് നോക്കണം. പിന്നീട് ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും തന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, വെള്ളം കൃത്യമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കിടക്കുന്നതിന് അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു എക്സസൈസ് മൂവ്മെന്റ് ചെയ്തതിന് ശേഷം കിടക്കാൻ ശ്രദ്ധിക്കുക.
ഇപ്പം ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 എക്സസൈസും ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. പതുക്കെ പതുക്കെ കുറച്ചായിട്ട് ചെയ്ത് പോയാൽ മതി. പതിയെ അത് കിട്ടിക്കോളും. പിന്നീട് തണുപ്പ് മാക്സിമം കാലിൽ അടിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുവേണ്ടി നമുക്ക് സോക്സ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് നല്ല ഫുഡ് വെയേഴ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നല്ല ചെരുപ്പുകൾ ഇടാൻ ശ്രദ്ധിക്കുക. പിന്നീടുള്ളത് തൈറോയ്ഡ്, പാരാതൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവർ ഹോർമോൺ ഗുളിക കഴിക്കുന്നതിനോടൊപ്പം തന്നെ കാൽസ്യം ഗുളിക കഴിക്കാൻ സാധാരണ രീതിയിൽ ഡോക്ടേഴ്സ് പറയാറുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ആ കാൽസ്യം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ ആവശ്യമില്ലാതെ കാൽസ്യം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് പിന്നെ വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, സ്റ്റോൺ റിലേറ്റഡ് പ്രോബ്ലം ഒക്കെ വരും. അപ്പോൾ അത് ശ്രദ്ധിച്ച് മാത്രം അത് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ റീസൺ, എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ, പെട്ടെന്ന് വന്നാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഈ പ്രശ്നമുള്ളവരൊക്കെ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും സഹായിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.